8086 മൈക്രോപ്രൊസസർ ആർക്കിടെക്ചറിനകത്ത് നമ്മളൊരു ഫ്ലാഗ് കണ്ടിട്ടുണ്ടായിരുന്നു. സോ ഹിയർ ദിസ് ഇസ് എ ഫ്ലാഗ്. ഓക്കെ, സോ ഈ ഒരു ഫ്ലാഗ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കാൻ പോവാണ്. സോ ഫ്ലാഗ് എന്ന് പറയുന്നത് എത്ര ബിറ്റ്സ് ആണ്? 16 ബിറ്റ്സ് ആണ്. 16 ബിറ്റ്സ് ആണ്. പക്ഷെ അതിൻ്റെ അകത്ത് 9 ഫ്ലാഗ്സ് മാത്രമേ ഉള്ളൂ. 9 ഫ്ലാഗ്സേ ഉള്ളൂ. ബാക്കി സ്പേസസ് അൺയൂസ്ഡ് ആണ്. സോ I'll write the flags here. This is unused. That means 0th bit. Sorry, here 0 to 15 വരെയുള്ള 15th bit. And the next is also unused, unused, unused. And this is OF. OF. എന്താണെന്ന് പറയാം. OF. Next is DF. DF. This is D, okay? This is DF. And IF, TF, SF, ZF, unused, AF, unused, PF, unused, and CF. Okay, so you can see 9 flags. 1, 2, 3, 4, 5, 6, 7, 8, 9. ഇനി ഇതിനകത്ത് തന്നെ ഈ 3 എണ്ണം, അതായത് DF, IF and TF, DF, IF and TF, ഇത് 3ഉം കൺട്രോൾ ഫ്ലാഗ്സ് ആണ്. കൺട്രോൾ ഫ്ലാഗ്സ് ആണ്. ഓക്കെ, ബാക്കിയുള്ളതെല്ലാം റിമൈനിങ് എല്ലാം ഈ OF ഉൾപ്പെടെ നമ്മൾ പറയുന്ന പേരാണ് സ്റ്റേറ്റസ് ഫ്ലാഗ്സ്. ഓക്കെ, ഇനി നമുക്ക് ഓരോന്നായിട്ട് ഡിസ്കസ് ചെയ്യാം. സോ ഇത് നോട്ട് ചെയ്യണേ. ദീസ് ആർ കൺട്രോൾ ഫ്ലാഗ്സ്, ദീസ് ആൻഡ് റിമൈനിങ് ആർ വാട്ട്? സ്റ്റേറ്റസ് ഫ്ലാഗ്സ്. ഇനി നമുക്ക് 1 by 1 ആയിട്ട് നോക്കാം. സോ ഫസ്റ്റ് OF. ഓക്കെ, this OF. This is called overflow flag. Overflow flag. Okay. Overflow flag. ഇപ്പൊ നമുക്ക് 16 ബിറ്റ്സ് ആണ് ടോട്ടൽ എന്ന് പറഞ്ഞല്ലേ. സോ ആഡ് BL CL എന്ന് പറയുന്ന ഇൻസ്ട്രക്ഷൻ ഉണ്ട്. സോ BL-നകത്തുള്ളത് ഇപ്പൊ നമ്മുടെ വാല്യൂ എന്ന് പറയുന്നത് ഫുൾ 1 ആണെങ്കിൽ, അതായത് 16 ones ആണെങ്കിൽ F F F F and CL-നകത്തും F F F F ആണെങ്കിൽ നമുക്കറിയാം അഡീഷൻ പെർഫോം ചെയ്ത് കഴിഞ്ഞാൽ ഇത് കംപ്ലീറ്റ് വൺസ് ആണ്. സോ എല്ലാം 0 0 0 0 അങ്ങനെ വന്നിട്ട് ലാസ്റ്റ് ഒരു ക്യാരി 1 വരും. ഓക്കെ, അതായത് 15 zeros വന്നിട്ട് 16 zeros ആൻഡ് ദെൻ ലാസ്റ്റ് 1 വരും. ഓക്കെ, സോ ആ ഒരു വാല്യൂനെ അക്കോമഡേറ്റ് ചെയ്യാൻ കഴിയില്ല. സോ it will be called as what? Overflow. So the overflow flag is set to 1. If the result of an operation is too large to fit in the number of bits available in it to represent. Okay, so ഇവിടെ 16 ബിറ്റ്സും നമ്മൾ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിലധികം ബിറ്റ്സ് വരും. സോ അതിനെ അക്കോമഡേറ്റ് ചെയ്യാൻ കഴിയില്ല. സോ ഓവർഫ്ലോ വന്നു എന്നറിയാൻ ഓവർഫ്ലോ ഫ്ലാഗിനെ 1 ആയിട്ട് സെറ്റ് ചെയ്യും. ഓക്കെ, സോ 1 മീൻസ് ഓവർഫ്ലോ ഒക്കേർഡ് എന്നാണ് പറയുന്നത്. 0 ആണെങ്കിൽ no overflow occurred. Okay, so first one is our overflow flag. Next is our control flag, which is direction flag. Direction flag. Direction flag എന്ന് പറഞ്ഞാൽ
if the flag is set, നമ്മുടെ SI and DI, source index and destination index. Source indexും destination indexും നമ്മൾ മെമ്മറിനെ ഡിവൈഡ് ചെയ്ത സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. മെമ്മറിനെ ഡിവൈഡ് ചെയ്തപ്പോൾ സോഴ്സ് ഇൻഡെക്സ് എവിടെയാണ് വരുന്നത്? സോഴ്സ് ഇൻഡെക്സ് ഏത് സെഗ്മെന്റിനകത്താണ് വരുന്നത്? ആൻഡ് ഡെസ്റ്റിനേഷൻ പോയിന്റർ, ഡെസ്റ്റിനേഷൻ ഇൻഡെക്സ് എവിടെയാണ് വരുന്നത്? സോഴ്സ് ഇൻഡെക്സ് ഡേറ്റ സെഗ്മെന്റിനകത്തും ആൻഡ് ഡെസ്റ്റിനേഷൻ ഇൻഡെക്സ് എക്സ്ട്രാ സെഗ്മെന്റിനകത്തുമാണ് വരുന്നത് അല്ലേ? സോ ഡയറക്ഷൻ ഫ്ലാഗ് എപ്പോഴാണ് സെറ്റ് ചെയ്യുക എന്ന് വെച്ചാൽ, ദാറ്റ് മീൻസ് ഇഫ് ദ ഡയറക്ഷൻ ഫ്ലാഗ്, the source index and destination index are auto incrementing model ആയിരിക്കും. ഓക്കെ, സോ 1 എന്ന് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ source and DI are in auto increment mode. 0 ആയിട്ട് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, സോറി, here is a correction, auto decrement mode. ഓക്കെ, auto decrement model ആയിരിക്കും. 0 ആയിട്ട് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ these two will be auto increment mode. Increment mode. Okay. So direction flag ന്റെ importance നോക്കാം. Direction flag set ആണെങ്കിൽ these source index and destination index will be in auto decrement mode. If it is 0, these will be in auto decrement mode. And next we move on to the interrupt flag, that is IF. Interrupt flag. Okay, here interruptive flag 1 ആയിട്ട് സെറ്റ് ചെയ്യുകയാണെങ്കിൽ enable interrupt, enable interrupt എക്സിക്യൂഷൻ സമയത്ത് ഈ പ്രോസസ്സറിനെ ഇന്ററപ്റ്റ് ചെയ്യാൻ നമുക്ക് കഴിയും. ആൻഡ് ഇഫ് ഇറ്റ് ഇസ് 0, disable interrupt, അതായത് എക്സിക്യൂഷൻ തീരുന്നത് വരെ നമുക്ക് പ്രോസസ്സറിനെ ഇന്ററപ്റ്റ് ചെയ്യാൻ കഴിയില്ല. ഓക്കെ, ആൻഡ് നെക്സ്റ്റ് ഈസ് TF, that is trap flag. Trap flag. So here trap flag le, if it is set to 1, perform single stepping എന്നാണ് പറയുന്നത്. Perform single stepping. That means ഇപ്പോൾ സപ്പോസ് നമ്മൾ ഒരു ഇൻസ്ട്രക്ഷൻ എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ആ ഇൻസ്ട്രക്ഷൻ ഡീബഗ് ചെയ്യും. ദാറ്റ് മീൻസ് ഒരു ഇൻസ്ട്രക്ഷൻ എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമുക്ക് സിസ്റ്റം ഇന്ററപ്റ്റഡ് ആയിട്ട് ആ ഒരു പ്രോഗ്രാമിനെ ഡീബഗ് ചെയ്യാൻ പറ്റും, ആ ഒരു ഇൻസ്ട്രക്ഷനെ ഡീബഗ് ചെയ്യാൻ കഴിയും. സാധാരണ ഓവറോൾ എക്സിക്യൂഷൻ കഴിഞ്ഞിട്ടാണ് ഡീബഗ് ചെയ്യുന്നതെങ്കിൽ ഹിയർ ഇൻ ദിസ് മോഡ് മീൻസ് ഇഫ് ഇറ്റ് ഈസ് ട്രാപ്പ് ഫ്ലാഗ് ഇസ് സെറ്റ് ടു 1, ഇറ്റ് ക്യാൻ ബി ചെക്ഡ് ആസ് to accept the interrupt after every instruction so that the program can be debugged. And if it is 0, do not perform single stepping. That means the program cannot be debugged in between. And these are our control flags. Next we move on to the sign flag. Sign flag. Sign flag എപ്പോഴാണ് സെറ്റ് ചെയ്യുന്നത്? Sign flag is set to 1 when the MSB, most significant bit of result is 1. MSB 1 ആണെങ്കിൽ, that means MSB 1 ആണെങ്കിൽ the result is negative, so the sign flag is set. MSB 0 ആണെങ്കിൽ the result is positive and it is set to 0. And next our zero flag. Zero flag എന്ന് പറയുമ്പോൾ നമ്മുടെ റിസൾട്ട് 0 ആണെങ്കിൽ, that means zero flag is equal to 1. That means zero flag is set to 1 when the result is 0. റിസൾട്ട് 0 ആണെങ്കിൽ zero flag 1 ആയിട്ട് സെറ്റ് ചെയ്യും. ഈ ഒരു ഡിഫറൻസ് മനസ്സിലാക്കണേ. Zero flag set to 1 when the result is 0 and set to 0 when the result is what?
result is not equal to 0. Okay. And next our auxiliary carry flag. Auxiliary carry flag നമ്മൾ എപ്പോഴും യൂസ് ചെയ്യുന്നില്ല. ഇറ്റ് ഈസ് യൂസ്ഡ് ഓൺലി ഇൻ 8-bit ഓപ്പറേഷൻസിൽ മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ. 8-bit ഓപ്പറേഷൻസ് ഉണ്ട്. 8-bit ഓപ്പറേഷൻസ് ലൈക്ക് DAA. ആക്ച്വലി നമുക്ക് ഇപ്പോൾ ഇൻസ്ട്രക്ഷൻസ് ഡിസ്കസ് ചെയ്യാനില്ല. പക്ഷെ എനിവേ DAA, ഡെസിമൽ അഡ്ജസ്റ്റ് ഫോർ എഡിഷൻ, ഡെസിമൽ അഡ്ജസ്റ്റ് ഫോർ സബ്ട്രാക്ഷൻ എന്ന് പറയുന്ന ഇതുപോലുള്ള 8-bit ഓപ്പറേഷൻസിൽ മാത്രമാണ് ഓക്സിലറി ക്യാരി ഫ്ലാഗ് യൂസ് ചെയ്യുന്നത്. ആൻഡ് ഇറ്റ് ഇസ് സെറ്റ് ടു 1. നമ്മൾ 8085 കണ്ട പോലെ തന്നെ it is set to 1 when carry from lower nibble to higher nibble. അതായത് നമ്മുടെ 8-bit ആണെങ്കിൽ 111 111 1 plus 10111 1101. സോ ഇവിടെ ഈ ഒരു ലോവർ നിബിളിൽ ഈ ഒരു എഡിഷൻ പെർഫോം ചെയ്തൊരു ക്യാരി വരുന്നുണ്ടെങ്കിൽ ദിസ് auxiliary carry will be set to 1, and if it is not, it will be set to 0. And next we have to discuss only two flags. They are parity flag and carry flag. So this is parity flag. Parity flag എപ്പോഴാണ് സെറ്റ് ചെയ്യുന്നത്? യെസ്, നമ്മുടെ റിസൾട്ട് ഈവൻ പാരിറ്റി ആണെങ്കിൽ parity flag is set. If it is odd parity, it is set to 0. ഈവൻ പാരിറ്റിയും ഓഡ് പാരിറ്റിയും ഓർമ്മ ഉണ്ടാകുന്ന വിചാരിക്കുന്നു. അതായത് ഞാനൊരു 4 bits എടുക്കുകയാണെങ്കിൽ ഇതിനകത്ത് 3 ones ആണുള്ളത്. സോ ദിസ് ഈസ് ഓഡ് പാരിറ്റി. അതായത് നമ്പർ ഓഫ് വൺസ് എത്ര ഉണ്ട് നോക്കുക. അത് ഓഡ് ആണെങ്കിൽ ഓഡ് പാരിറ്റി, ഈവൻ ആണെങ്കിൽ ഈവൻ പാരിറ്റി. ഓക്കെ, സോ റിസൾട്ടിന്റെ പാരിറ്റി ചെക്ക് ചെയ്യും. ആൻഡ് ഇഫ് ഇറ്റ് ഈസ് ഈവൻ സെറ്റ് ടു 1, otherwise 0. ആൻഡ് ലാസ്റ്റ് ഇസ് ക്യാരി ഫ്ലാഗ്. ക്യാരി ഫ്ലാഗ് എന്ന് പറയുമ്പോൾ 16 ബിറ്റ്സ് അല്ലെങ്കിൽ ഇങ്ങനെ ഓപ്പറേഷൻ നടത്തി കഴിഞ്ഞാൽ ഇഫ് ദർ ഈസ് എ ക്യാരി ഔട്ട് ഓഫ് MSB, then it is set to 1. Carry set to 1. Carry out ഉണ്ടെങ്കിൽ carry out of MSB. MSB ക്ക് ശേഷം carry out ഉണ്ടെങ്കിൽ it is set to 1. Otherwise it is set to 0. And these are the different flag registers in 8086 microprocessor. This is so simple, and just ഈ ഒരു സ്ട്രക്ചർ ഓർത്ത് വെക്കുക. ഏതൊക്കെയാണ് അൺയൂസ്ഡ് എന്നുള്ളത് മാർക്ക് ചെയ്യുക. ആൻഡ് കൺട്രോൾ ഫ്ലാഗ്സ് മാർക്ക് ചെയ്യുക. സ്റ്റേറ്റസ് ഫ്ലാഗ്സ് മനസ്സിലാക്കി വെക്കുക. എത്രയാണ് ഫ്ലാഗ്സിനകത്ത് വരുന്നത്. ഓക്കെ.